ഈ ചങ്ങലയിലെല്ലാം ഒരു കണ്ണികളാണെങ്കിൽ ഒന്ന് ഉയർന്നതുമല്ല, ഒന്ന് താഴ്ന്നതുമല്ല. ആണോ? നമ്മൾ ഉയർന്നതെന്നും താഴ്ന്നതെന്നും നോക്കേണ്ട കാര്യമില്ല ഇവിടെ. അപ്പൊ നമുക്ക് തോന്നുന്നു ചെടികളൊക്കെ നമ്മളെക്കാളും താഴ്ന്നവരാണ്. പക്ഷെ ഇവിടെ ചെടികൾ ഇല്ലെങ്കിലോ, ലോകത്തിൽ തീരെ മരങ്ങളില്ലെങ്കിലോ, അപ്പൊ എന്തായിരിക്കും അവസ്ഥ? ഒരവസ്ഥ ഉണ്ടാവില്ലേ? ട്യൂബ് കൊണ്ട് നടക്കേണ്ടി വരും മാഷേ. എന്ത് ട്യൂബ്? ഓക്സിജന്റെ ട്യൂബ്. ചെടികൾ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ശ്വസിക്കാൻ ഓക്സിജൻ കിട്ടുന്നത്. അപ്പൊ നമ്മുടെ എക്സിസ്റ്റൻസിന് എത്രയും മഹത്വമുണ്ടോ അത്രയും എക്സിസ്റ്റൻസിന് അവർക്കും മഹത്വമുണ്ട്, ഇല്ലേ? അപ്പൊ നമ്മൾ മേലെയാണ്, അവർ താഴെയാണെന്ന് പറയാൻ പറ്റുമോ? ഒരുപക്ഷെ നമ്മൾ ബുദ്ധി കൊണ്ടും കഴിവുകൊണ്ടും നമ്മൾ മേലെയാണെന്ന് പറഞ്ഞാലും അവർക്കുണ്ട് ആ ബുദ്ധിയും കഴിവൊക്കെ. അവർ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് മാങ്ങ തരാൻ പറ്റുമോന്നും, നിങ്ങൾക്ക് ചക്ക ഉണ്ടാക്കാൻ പറ്റുമോന്നും. ആ പണികളൊക്കെ ഞങ്ങൾക്കല്ലേ പറ്റുള്ളൂ. അപ്പൊ അവർക്ക് അവരുടേതായിട്ടുള്ള കഴിവുകളും ശക്തികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ വേറെ ചില അവർക്ക് പ്രയോജനമില്ലാത്ത സാധനം താഴെ ഇട്ടാൽ പോലും വളാവാത്ത കമ്പ്യൂട്ടറാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത്. അവർ പറയും നിങ്ങൾ അത് അങ്ങനെയുള്ള സാധനങ്ങളാണ് നിങ്ങൾ ഉണ്ടാക്കണം. ശരി, നിങ്ങൾ അതൊക്കെ ഉണ്ടാക്കിക്കോളൂ. പക്ഷെ നിങ്ങൾക്ക് എത്ര സത്യമുണ്ടോ ഞങ്ങൾക്കും അത്രയും സത്യമുണ്ട്. അപ്പൊ ഇതൊക്കെ ഒരു ചങ്ങലയാണെങ്കിൽ ഇവിടെ ഏതിന്റെ ആവശ്യമില്ല? ഞാൻ വേറെ, മറ്റുള്ളത് വേറെ എന്നുള്ളൊരു ഭേദബുദ്ധിയുടെ ആവശ്യം ഈ ലോകത്തിൽ ഇല്ല. പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഈ ഭേദബുദ്ധിയിൽ നിന്ന്. നമുക്ക് എളുപ്പം പറയാൻ പറ്റൂട്ടോ ഈ സാധനം ഭേദബുദ്ധി ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെ. പക്ഷെ നമ്മൾ കുട്ടിക്കാലം മുതലേ വളർന്നു വരുമ്പോ നമ്മൾ ഉറപ്പിക്കുന്ന ഒരു സാധനമാണ് ഞാൻ വേറെയാണ്, മറ്റുള്ളവർ വേറെയാണ്. കാരണം നമ്മൾ ശരീരങ്ങളെ കാണുന്നുള്ളൂ, സ്വഭാവങ്ങളെ കാണുന്നുള്ളൂ. അതിന് സൂക്ഷ്മമായതൊന്നും നമ്മൾ കാണാൻ പരിശീലിച്ചിട്ടില്ല. എന്നാൽ പരമമായൊരു സത്യം ഇവിടെ ഒന്നിൽ നിന്ന് വേറെയല്ല. കുറെയൊക്കെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഭാരതീയ സംസ്കാരം തന്നെയാണ് കേട്ടോ ഭേദം. മറ്റുള്ള മതങ്ങളെയൊക്കെ നോക്കുന്ന സമയത്തുണ്ടല്ലോ നമ്മൾ എത്രയോ ഉത്കൃഷ്ടരാണ്. മറ്റുള്ള മതങ്ങളൊക്കെ നോക്കുമ്പോൾ ഈ ലോകം മൊത്തെടുത്ത് നോക്കൂ നിങ്ങൾ, അപ്പൊ കാണാം നമ്മുടെ മതത്തിന്റെ ഒരു മഹത്വം. എന്നാൽ ഭാരതം അതിനൊക്കെ എത്രയോ മഹത്വമുള്ളൊരു സംസ്കാരമുണ്ട്. ശബരിമലയിൽ എത്തിക്കഴിഞ്ഞാൽ ആര് പോയാലും അവരൊക്കെ സ്വാമിയാണ്. അമ്മമാരൊക്കെ മാളികപ്പുറത്തമ്മമാരാണ്, ഇല്ലേ? രാമനും സ്വാമിയാണ്, കൃഷ്ണനും സ്വാമിയാണ്, അവിടെ കഞ്ഞി വിൽക്കുന്നവനും സ്വാമിയാണ്, നാളികേരം പൊട്ടിക്കുന്നവനും സ്വാമിയാണ്, നാളികേരം എടുക്കുന്നവനും സ്വാമിയാണ്. സർവവും സ്വാമിമയമായി കാണണമെങ്കിൽ ഹിന്ദു സംസ്കാരത്തിലേക്ക് വരിക തന്നെ വേണം. അപ്പോ ഭേദബുദ്ധി ഉള്ള ഭേദബുദ്ധിയെ മാറ്റണമെങ്കിൽ ആ ഭേദബുദ്ധിക്ക് അതീതമായൊരു സത്യത്തെ കാണാൻ നമുക്ക് സാധിച്ചാലേ എന്തെടുത്ത് മാറ്റാൻ പറ്റുള്ളൂ? ഭേദബുദ്ധി എടുത്ത് മാറ്റാൻ പറ്റുള്ളൂ. നമ്മൾ ഏത് കഥ എടുത്ത് നോക്കിയാലും ഉണ്ടല്ലോ, ഈ കഥകളുടെയൊക്കെ തുടക്കം ഇങ്ങനെയായിരിക്കും. ഭേദബുദ്ധിയിൽ നിന്ന് തുടങ്ങുമ്പോഴാണ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. എല്ലാം ഒന്നാണെന്നുള്ളൊരു ബോധത്തിൽ പോയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. കൈകേയി രാമൻ വേറെ ഭരതൻ വേറെ എന്ന് കണ്ടതോടുകൂടി പ്രശ്നങ്ങളുണ്ടായി. ഉണ്ടോ? രാവണൻ തന്റെ സുഖം മറ്റുള്ളവരുടെ സുഖം എന്ന് കണ്ടപ്പോ പ്രശ്നങ്ങളുണ്ടായി. ബാലി തന്റെ സുഖം സുഗ്രീവന്റെ സുഖം അത് രണ്ടും വേറെയാണെന്ന് കണ്ടപ്പോ പ്രശ്നങ്ങളുണ്ടാക്കി. എവിടെ ഭേദബുദ്ധി ഉണ്ടാക്കിയോ അവിടെയൊക്കെ പ്രശ്നങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. ലോക ജീവിതം നോക്കൂ നിങ്ങൾ. അപ്പൊ മനുഷ്യ മനസ്സിലേക്ക് സ്വാർത്ഥത കയറി വരുന്ന സമയത്ത് അവൻ ഭേദബുദ്ധി ഉണ്ടാക്കുന്നു. എന്താ പറഞ്ഞത്? തന്റെ സുഖം എന്ന് പ്രാധാന്യം കൊടുക്കുമ്പോൾ അവൻ ഭേദബുദ്ധി ഉണ്ടാക്കുന്നു. ഭേദബുദ്ധിയുള്ളവൻ മറ്റുള്ളവനോട് ദേഷ്യം കാണിക്കും, മറ്റുള്ളവനെ വേദനിപ്പിക്കും. അപ്പൊ സ്വാർത്ഥരാണ് ശരിക്കും ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത്. സ്വാർത്ഥത വന്നാൽ തന്നെ യജ്ഞത്തിന്റെ ചങ്ങലയിൽ നിന്നും അവൻ മാറി. അതുകൊണ്ട് ഭഗവാൻ ഗീതയിൽ പറയും, ഗീതയിൽ യജ്ഞത്തെക്കുറിച്ച് ഭഗവാൻ വിസ്തരിച്ച് പറയുന്ന സമയത്ത് പറയും, യജ്ഞത്തിൽ ഈ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന്. ഏതെന്താണത്? പറയാണ്, ഇഷ്ടാൻ ഭോഗാൻ ഹിവോ ദേവാ ദാസ്യന്തേ യജ്ഞഭാവിതാം തൈർദത്താനപ്രദായേഭ്യ യോ ഭുങ്ക്തേസ്തേന ഏവ സാം. ഇഷ്ടാൻ ഭോഗാൻ ഹിവോ ദേവാ, ദേവന്മാരാൽ നൽകപ്പെട്ടിരിക്കുന്നത്. ദാസ്യന്തേ യജ്ഞഭാവിതാം, യജ്ഞഭാവനയാൽ ദേവന്മാരിൽ നിന്നും നൽകപ്പെട്ടിരിക്കുന്നത്. യോ ഭുങ്ക്തേസ്തേന ഏവ സാ, അതാരാണോ അവനവൻ തന്നെ അനുഭവിക്കുന്നത് അവൻ കള്ളനാണെന്ന്. എന്ന് വെച്ചാൽ എന്താർത്ഥം? ആരാണോ തന്റെ സുഖം എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്നത് അവൻ കള്ളനാണ്. അവൻ എന്തുണ്ടാക്കി? തന്റെ സുഖം മറ്റവന്റെ സുഖം എന്ന് ഭേദബുദ്ധി ഉണ്ടാക്കി. അവൻ കള്ളനാണെന്ന്. വീണ്ടും ഭഗവാൻ പറയും, യജ്ഞശിഷ്ടാശിന സന്തോ മുച്യന്തേ സർവകിൽബിഷൈ ഭുഞ്ജതേ തേ ത്വകം പാപം ഏ പചന്ത്യാത്മകാരണൽ. യജ്ഞശിഷ്ടാശിന സന്തോ, യജ്ഞശിഷ്ടം അനുഭവിക്കുന്നവര്, മഹാത്മാക്കളായിട്ടുള്ളവര്, മുച്യതേ സർവകിൽബിഷൈ, എല്ലാ പാപത്തിൽ നിന്നും മുക്തരായിത്തീരുന്നു. എന്നാൽ ആരാണോ
ആ യജ്ഞപ്രസാദം അല്ലെങ്കിൽ കിട്ടുന്ന സാധനങ്ങൾ അത് പങ്കുവെക്കാതെ തന്റേതെന്ന് പറഞ്ഞ് എടുത്തു വെക്കുന്നു. അതുപോലെ സ്വഭാവം കൊണ്ട് മറ്റൊരാളെ വേദനിപ്പിക്കുന്നു. ഇവൻ അകം പാപം, ആ പാപത്തെയാണ് അവൻ ഭുജിക്കുന്നത്. ഈ പാപം എന്നുള്ള വാക്കിന് നമ്മുടെ ശ്രീകൃഷ്ണ ഭഗവാൻ കൊടുത്തിരിക്കുന്ന നിർവചനം, ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത് നാം മറ്റൊരാള് നമ്മളിൽ നിന്നും വേറെയാണെന്ന് കരുതിയിട്ട് അവരെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും വേദനിപ്പിക്കുന്നതാണ്. അതാണ് ഏറ്റവും വലിയ പാപം എന്നാണ്. ഇതിനും വലിയ പാപം വേറെയില്ല. അതുകൊണ്ട് വിവേകാനന്ദ സ്വാമികളുണ്ടല്ലോ, അമേരിക്കയിൽ ചെന്നിട്ട് പറയണ്ടായി, അവിടെ ചെന്നിട്ട് പറയാണ്, നാം പ്രത്യേകിച്ച് ക്രിസ്തു മതത്തിൽ പാപികളെ എന്നാണല്ലോ വിളിക്കുക, യു സിന്നേഴ്സ് എന്നല്ലേ. അങ്ങനെ വിളിക്കുന്നതാണ് ഏറ്റവും വലിയ പാപം. നിങ്ങൾ ഒരാളെ പാപി എന്ന് വിളിക്കുന്ന സമയത്ത് നിങ്ങൾ അയാളെ താഴ്ത്തുമ്പോ നിങ്ങൾ ഏറ്റവും വലിയൊരു പാപമാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരാളെയും നമ്മൾ വേദനിപ്പിക്കാൻ പാടില്ല. കാരണം എന്തുകൊണ്ട്? അവരുടെ ഉള്ളിലും നിറഞ്ഞിരിക്കുന്നത് ആരാണ്? ഭഗവത് ചൈതന്യമാണ്. പിന്നെ ഇങ്ങനെ നിങ്ങൾ ഒരാളെ നോക്കിക്കൊണ്ട് പാപി എന്ന് വിളിക്കുക? ഇതാണ് മഹത്തായ ഒരു സംസ്കാരം. നമ്മൾ ഒരാളെ കാണുന്ന സമയത്തുണ്ടല്ലോ, നമസ്തേ എന്ന് പറയുമ്പോ അതിന്റെ പിന്നിലുള്ള ഭാവന എന്താന്ന് വെച്ചാൽ, ഞാൻ അങ്ങയുടെ മുന്നിൽ എന്റെ ശിരസ്സു കുനിക്കുന്നു. ആരുടെ മുന്നിൽ? ആ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യത്തിനെയാണ് നമസ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് നമ്മുടെ ഭാരതീയ സംസ്കാരം സമർപ്പണത്തിന്റേതാണ്, ത്യാഗത്തിന്റേതാണ്. ആ ഒരു സംസ്കാരത്തെ മാറി സ്വാർത്ഥത കാണിച്ചുകൊണ്ട് ഭേദബുദ്ധി കാണിക്കുമ്പോൾ അവരെല്ലാം ജീവിതത്തിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്നു. ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാലല്ലോ, ഒരുവിധം പ്രശ്നങ്ങൾക്ക് മുഴുവൻ കാരണം മനുഷ്യൻ മറ്റൊരാളോട് കാണിക്കുന്ന ഭേദബുദ്ധി തന്നെയാണ്. അല്ല സ്വാമി, അപ്പൊ നമുക്ക് ഈ ഭേദബുദ്ധി എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്നതൊക്കെ വലിയ അപകടമാണല്ലോ. അപ്പം നമ്മളൊരു കള്ളനെ വിളിച്ചിട്ട് വീട്ടിൽ കള്ളൻ കയറി കഴിഞ്ഞാൽ അവനോട് പറയണ, എനിക്കൊരു ഭേദബുദ്ധി ഇല്ല കേട്ടോ, ഇവിടെ ഇരുന്നോളൂ, കാപ്പി ഉണ്ടാക്കി തരാന്ന് കള്ളനോടേ. പക്ഷെ അങ്ങനെയൊക്കെ ഒരു മനസ്സ് വരണം എന്നുണ്ടെങ്കിൽ അല്ലേ, കുറച്ചൊക്കെ ഒന്ന് മനസ്സ് ഉയരണം. അവർക്കൊന്നും എന്തില്ല? ഭേദബുദ്ധിയില്ല പറയാണ്. നമ്മൾ ഈ ഭേദബുദ്ധി കാണിക്കുമ്പോഴാണ് പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നത്. നമുക്ക് ആ സ്നേഹം എന്നുള്ളൊരു വികാരം വന്നു കഴിഞ്ഞാൽ, ഈ സജ്ജനങ്ങൾക്കൊക്കെ ഉണ്ടല്ലോ, അവർക്ക് ഈ ഭേദബുദ്ധി കുറവാണ്. അതുകൊണ്ടാണ് അവർക്ക് വിഷമങ്ങളും ഇല്ലാത്തത്. നമ്മൾ ജീവിതത്തിൽ അധികവും ദുഃഖിക്കാൻ കാരണം നമുക്ക് ഭേദബുദ്ധി ഉള്ളത് കൊണ്ടാണ്. അപ്പൊ ഭേദബുദ്ധി വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്വാർത്ഥതയാണ്, നമ്മൾ പ്രതീക്ഷിക്കും, നമ്മളെ ഒരുപാട് അവരിൽ നിന്ന് മോഹങ്ങൾ വെക്കും. ഇതൊക്കെ നമുക്ക് കിട്ടാതെ വന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങളാണ്. എന്നാൽ നമ്മൾ സൂക്ഷ്മമായിട്ട് ഉറപ്പിക്കണം, ഞാനും മറ്റുള്ളവരും വാസ്തവത്തിൽ ഒന്ന് തന്നെ. പിന്നെ ആരോടാ നമ്മൾ ഭേദബുദ്ധി കാണിക്കുക? കുറച്ചൊരു ആധ്യാത്മിക ദൃഷ്ടിയിൽ നിങ്ങൾ നോക്കുക, അപ്പൊ ഇതിനർത്ഥം കിട്ടും. അതായത് നമ്മൾ ശരീരം കൊണ്ട് വ്യത്യസ്തരാണ്, അല്ലെ? ആണോ അല്ലയോ? പക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ശരീരവും വന്നിരിക്കുന്നത് പഞ്ചഭൂതത്തിൽ നിന്നാണ്. അതോ മുസ്ലിമിന്റെ ആകാശത്തിലേക്ക് പോവോ? ക്രിസ്ത്യാനിയുടെ വെള്ളത്തിലേക്ക് പോവോ? ഹിന്ദുവിന്റെ മാത്രം കരയിലേക്ക് പോവോ? അങ്ങനെയുണ്ടോ? എല്ലാ ശരീരവും പഞ്ചഭൂതത്തിൽ നിന്നാണ്, ഏത് ജാതി ഏത് മതവും. അപ്പൊ നമ്മൾ ശരീരം കൊണ്ട് വ്യത്യസ്തരാണോ? ആണോ അല്ലയോ? അല്ല, വ്യത്യസ്ത ശരിക്കില്ല. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സുകൊണ്ട് എല്ലാ മനസ്സും വന്നിരിക്കുന്നത് ഒരേ ചൈതന്യത്തിൽ നിന്നാണ്. ഹിന്ദുവിന്റെ മാത്രം ചൈതന്യത്തിൽ നിന്ന്, ബാക്കിയൊക്കെ കർത്താവിൽ നിന്നാണോ വന്നിരിക്കുന്നത്? അല്ല, എല്ലാ മനസ്സുകളും വന്നിരിക്കുന്നത് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യത്തിൽ നിന്നാണ്. അപ്പൊ വാസ്തവത്തിൽ മനസ്സിലും വല്ല വ്യത്യാസമുണ്ടോ? ഉണ്ടോ ഇല്ലയോ? അപ്പൊ ശരിക്കും നമ്മൾ വല്ല വ്യത്യസ്തരുണ്ടോ? ഉണ്ടോ? ഭാഗവതം പറയുന്നത്, നിങ്ങൾ ഈ ഒരു വിചാരം വെച്ചുകൊണ്ട് മനസ്സിൽ നിന്ന് ഭേദബുദ്ധി എടുത്ത് കളയൂ. എവിടെ നിന്ന്? മനസ്സിൽ നിന്ന്. ഉറക്കത്തിൽ നിങ്ങൾ കിടക്കുന്ന സമയത്ത് നിങ്ങളുടെ അടുത്ത് പാകിസ്ഥാൻകാരൻ വന്ന് കിടന്നാലും ഇന്ത്യക്കാരൻ വന്ന് കിടന്നാലും വല്ല വിഷമമുണ്ടോ? ഒരു വിഷമവും ഇല്ല. കാരണം നമുക്ക് തീരെ ഭേദബുദ്ധി ഇല്ല. അതുകൊണ്ട് നമുക്കൊരു കള്ളൻ അടുത്ത് കിടന്നാലും പേടിയില്ല. ഇപ്പൊ നമ്മളെയൊക്കെ ഭേദബുദ്ധി ഇല്ലാത്തവരാക്കി തീർക്കണമെങ്കിൽ എന്ത് വേണം? നമ്മളെയൊക്കെ പിടിച്ച് ഉറക്കണം. എന്നാ പിന്നെ നമുക്ക് ഒരു ഭേദബുദ്ധിയിലോ കടന്നോളൂ, കാലെടുത്ത് വെക്കേ, എന്ത് വേണേം ചെയ്തോളൂ. നമുക്ക് ആ ഒരു സംസ്കാരം നമ്മൾ ക്രമേണ വളർത്തിയെടുത്താൽ, ഗീതയിൽ ഭഗവാൻ അവസാനം പറയുന്ന ഒരു, ഭാഗവതത്തിലൊക്കെ കൊണ്ടുവരുന്നൊരു അവസ്ഥയുണ്ട്, പണ്ഡിത സമദർശിന. ആരാണ് പണ്ഡിത സമദർശിന? ഗീതയിലേക്ക് വരുമ്പോൾ ഭഗവാൻ പറയും, വിദ്യാ വിനയ സമ്പന്നേ ബ്രാഹ്മണേക വിഹസ്തിനി ശുനീ ചൈവ സ്വഭാഗേച്ഛ പണ്ഡിത സമദർശിന. വിദ്യ ആർക്കേ സമദർശികളാവാൻ പറ്റുള്ളൂ? വിദ്യയുള്ളവർക്ക്. വിദ്യയുള്ളവർക്ക് എന്ത് വരുള്ളൂ? വിനയം വരുള്ളൂ, സമർപ്പണ ബുദ്ധി വരുള്ളൂ. അവർക്ക് ബ്രാഹ്മണനിലും ആനയിലും പശുവിലും പട്ടിയിലും അവർ സമബുദ്ധിയാവും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എല്ലാവരിലും അവർക്ക് ആരെ കാണാൻ പറ്റും? ഒരു ഭഗവാനെ കാണാൻ സാധിക്കും.
ക്രമേണ നമ്മൾ അതിലേക്ക് ഉയരണം. ഇതേ അവസ്ഥയിലേക്കാണ് ഭാഗവതം ഉദ്ധവരെ ഉയർത്തുന്നത്. ഭഗവാൻ ഉദ്ധവരോട് ഉപദേശിക്കുമ്പോൾ പറയും, ബ്രാഹ്മണേ പുഷ്കസേസ്തേനെ ബ്രഹ്മണ്യർക്കേ സ്ഫുലിംഗകേ അക്രൂരെ ക്രൂരകേ ജൈവ സമദൃക് പണ്ഡിതോ മത. സമദൃക് പണ്ഡിതോ മത. ഒരു ബ്രാഹ്മണനിലും ചണ്ടാളനിലും ഒരു വേശ്യയിലും ഒരു ദീപത്തിലും സൂര്യനിലും എല്ലാം അങ്ങേക്ക് ഈശ്വര ചൈതന്യം കാണാൻ സാധിച്ചാൽ അങ്ങാരായി കഴിഞ്ഞു? സമദർശിയായി കഴിഞ്ഞു. അല്ല ഭഗവാനെ, ഇങ്ങനെ സമദർശിയാവുമ്പോൾ ഭ്രാന്തനാവില്ലേ നമ്മള്? കാരണം എന്താ പ്രശ്നം വെച്ചാൽ വീട്ടിൽ പശുവുണ്ട്, അതിഥിയും വന്നു. ഇവര് രണ്ടുപേരും ഒരുപോലെയാണെങ്കിൽ പിന്നെ ഇഡ്ഡലി എടുത്തിട്ട്, കാരണം പശു ഒരുപോലെയാണ്, അതിഥി ഒരുപോലെയാണ്. അപ്പൊ അതിഥിക്ക് കൊടുക്കേണ്ട ഇഡ്ഡലി എടുത്തിട്ട് പശുവിന് കൊടുക്കുക, പശുവിന് കൊടുക്കേണ്ട പുല്ലെടുത്തിട്ട്, അല്ല ഇന്നത്തെ അതിഥി കഴിക്കും. കാരണം നാച്ചുറോപ്പതി പ്രാക്ടീസ് ചെയ്ത ആളാണെങ്കിൽ അങ്ങനെയൊക്കെ കഴിക്കുന്നവരുണ്ടല്ലോ, ഈ കറുകപ്പുല്ല് തുടങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ. അങ്ങനെയുള്ള അതിഥിയാണെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇത് കൺഫ്യൂഷൻ അല്ലേ? നിങ്ങൾ ഈ പറയുന്നത് ഇങ്ങനെ പ്രായോഗികതയാവുക, അത് നമ്മൾ പ്രാക്ടീസ് ചെയ്തെടുക്കണം. എന്ത് കഴിയുന്നത്ര നമ്മുടെ മനസ്സിൽ ഒരാളോടും ഭേദബുദ്ധി നമ്മൾ വെക്കരുത്. എല്ലാവരും വാസ്തവത്തിൽ ഒരേ സത്യത്തിന്റെ വിവിധ സ്ഫുരണങ്ങളാണ്. ഒരേ ദീപം ഒരു കുടത്തിൽ വെച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ സുഷിരങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ദീപം ഒന്നാണ്, പ്രകാശിക്കുന്ന സുഷിരങ്ങൾക്കനുസരിച്ച് വ്യത്യാസമുണ്ട് എന്നല്ലാതെ ആന്തരികമായി എല്ലാവരും ഒന്നു തന്നെയാണ്. ഇതങ്ങോട്ട് ശരിക്കും ലോകം മുഴുവൻ ഉൾക്കൊണ്ടു കഴിഞ്ഞാലല്ലോ ഇവിടെ പരസ്പരം വിദ്വേഷം കാണിക്കേണ്ട ആവശ്യമില്ല, മത്സരം കാണിക്കേണ്ട ആവശ്യമില്ല, ഒരു തരത്തിലുള്ള സ്വഭാവങ്ങളും കാണിക്കേണ്ടതില്ല. എല്ലാവരും ശ്വസിക്കുന്നത് ഒരേ വായുവാണ്. ആ വായുവിന് വ്യത്യസ്ത പേരുകൾ വെച്ചിരിക്കുകയാണ്. രാമകൃഷ്ണ പരമഹംസർ വളരെ ഗംഭീരമായിട്ട് നമുക്ക് അവതരിപ്പിക്കും. അദ്ദേഹം പറയും, നോക്കൂ, ഒരേ സാധനം വെള്ളം, ഭാരതത്തിലുള്ള മനസ്സിലാക്കാൻ എന്താ പ്രയാസമുള്ളത്? നമുക്കൊരു വിഷമവുമില്ല. കാരണം കേരളത്തിൽ നമ്മൾ വെള്ളം എന്ന് പറയുന്നു, വെള്ളത്തിനെ തമിഴ്നാട് ചെന്നാലോ തണ്ണി എന്ന് പറയണം, കർണാടകയിൽ ചെന്നാലോ നീരു എന്ന് പറയണം, നിങ്ങൾ മഹാരാഷ്ട്രയിൽ കയറി കഴിഞ്ഞാൽ പാനി എന്ന് പറയണം. ഒരേ സാധനത്തിനെയാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ അപകടമായി. ഇവിടെ വന്നിട്ട് പാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം രസമാണേ. നമ്മൾ ഇവിടെ പറയുന്ന ഭാഷ അവിടെയും പറയാൻ പറ്റില്ല, അവിടെ പറയുന്ന ഭാഷ ഇവിടെയും പറയാൻ പറ്റില്ല. അപ്പൊ ഭാരതീയ സംസ്കാരം എന്ന് പറയുന്നത് പുറം ഭാഗം നോക്കുന്നതല്ല, ഉൾഭാഗം നോക്കുന്നതാണ്. കാതൽ നോക്കുന്ന സംസ്കാരമാണ് ഭാരതീയ സംസ്കാരം. അത് നമ്മൾ ക്രമേണ നമ്മളെ മനസ്സിനെ പരിശീലിപ്പിച്ചെടുക്കണം. കാതൽ നോക്കാൻ പഠിക്കണം. അപ്പൊ നമുക്ക് മനസ്സിലാവും ഇവിടെ ആരോടും നമ്മൾ ഭേദബുദ്ധി കാണിക്കേണ്ട ഒരു ആവശ്യമില്ല, മത്സരം കാണിക്കേണ്ട ആവശ്യമില്ല, കംപ്ലൈന്റ് പറയേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾ ആരിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നോ, ആരെക്കുറിച്ച് കംപ്ലൈന്റ് ചെയ്യുന്നോ, അവര് നോക്കുന്നില്ല, ഇവര് നോക്കുന്നില്ല, മറ്റവൻ ശ്രമിക്കുന്നില്ല, മറ്റവൻ ഇങ്ങോട്ട് ശ്രദ്ധ വയ്ക്കുന്നില്ല, അവരെങ്കിൽ അത് തരുന്നില്ല, ഇത് തരുന്നില്ല, ഇതൊക്കെ നിങ്ങൾ വിചാരം ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ദുരിതമടയാം. നമ്മളെ നശിപ്പിക്കുന്നത് ശരീരമല്ല, നമ്മളെ നശിപ്പിക്കുന്നത് മറ്റുള്ളവരല്ല, നമ്മളെ നശിപ്പിക്കുന്നത് മുഴുവൻ നമ്മുടെ മനസ്സിലെ ചിന്തകളാണ്. അതിലെ നമ്മൾ മാറ്റിയിട്ട്, പക്ഷെ ആ മാറ്റണം എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ എളുപ്പമൊന്നും അല്ല. അത് ആദ്യം നമ്മൾ വിചാരിക്കണം, ഇതെല്ലാം ആര് നിലനിർത്തുന്നു? എല്ലാ മനസ്സുകളെയും നിലനിർത്തുന്നത് ഭഗവാനാണ്. അദ്ദേഹം ഓരോരുത്തർക്കും ഓരോന്ന് വച്ചിട്ടുണ്ട്. ആ സ്വഭാവം അതുപോലെ തന്നെയായിരിക്കും. ആ സ്വഭാവത്തെ മാറ്റാൻ സാധിക്കില്ല. ഒരു മഹാത്മാവ് കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഗംഗയില്. അപ്പൊ ആ സമയത്ത് ഒരു തേൾ ഒഴുകി വന്നു എന്നാണ്. ഇദ്ദേഹം ആ തേളിനെ എടുത്ത് കരയിലേക്ക് ഇട്ടു. വീണ്ടും ആ തേള് മറിഞ്ഞ് വെള്ളത്തിലേക്ക് വീണു. അപ്പോഴും ഇദ്ദേഹം തേളിനെ എടുത്ത് പുറത്തേക്ക് ഇട്ടു. അപ്പൊ തേളിനെ എടുത്ത് പുറത്തിടുന്ന സമയത്തൊക്കെ തേൾ ഇയാളുടെ കയ്യിൽ കുത്തും, നല്ല വേദനയുണ്ട്. അപ്പൊ 3 പ്രാവശ്യം ഇയാളെ കുത്തിയപ്പോൾ മഹാത്മാവിനോട് അടുത്ത് കുളിക്കുന്ന ഒരാൾ പറഞ്ഞു, നിങ്ങളെന്താ വിഡ്ഢിയാണോ? ആ തേളെങ്ങനെ നിങ്ങളെ കുത്തണു, എന്നിട്ട് നിങ്ങൾ അതിനെ സഹായിക്കണം, പൊട്ടത്തരം കാണിക്കണം. ഇവിടെ ആ മഹാത്മാവ് പറയാണ്, അത് കുത്തുക എന്നുള്ളത് അതിന്റെ സ്വഭാവം, അതിനെ രക്ഷിക്കുക എന്നുള്ളത് എന്റെ സ്വഭാവം. പ്രപഞ്ചം അങ്ങനെയാണ്. ചിലപ്പോൾ നമ്മളെ വേദനിപ്പിക്കും, വാക്കുകൊണ്ട് വേദനിപ്പിക്കും, പ്രവൃത്തി കൊണ്ട് വേദനിപ്പിക്കും. അത് ഓരോരുത്തരുടെ സ്വഭാവമാണ്. നമുക്ക് നമ്മുടെ സ്വഭാവം കാണിച്ചുകൂടെ? അതേത് സ്വഭാവമായിരിക്കണം? എല്ലാവരും ഒന്നാണെന്നുള്ള അഭേദബുദ്ധി. ആ അഭേദബുദ്ധി നമുക്ക് വരണമെങ്കിൽ നമ്മുടെ മനസ്സിനെ നമ്മൾ ആരോട് ഘടിപ്പിക്കണം? ഭഗവാനോട്. അനന്യ ഭക്തിയുള്ളവർക്കേ അഭേദബുദ്ധി വരുള്ളൂ. അപ്പൊ ആ ഭക്തിയിലേക്കാണ് നമ്മൾ കൊണ്ടുവരേണ്ടത്. ഇനി നമ്മൾ ഭാഗവതത്തിന്റെ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, ഭക്തന്മാരിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടനായിരിക്കുന്ന ഭക്തൻ അതാരാണത്രേ? ഭാഗവതത്തിൽ 3 തരം ഭക്തന്മാരെ കുറിച്ച് പറയും. ഉത്തമ ഭക്തൻ, മധ്യമ ഭക്തൻ, പ്രാകൃത ഭക്തൻ. ഏകാദശം വരുമ്പോൾ വിസ്തരിക്കാം. ഏതായാലും ഉത്തമ ഭക്തൻ എന്ന് പറയുന്നത് സാധാരണ നാം പ്രതീക്ഷിച്ചിരിക്കുന്നത് അമ്പലത്തിൽ എന്നും പോയി ജപിക്കുകയും ഭജിക്കുകയും ചെയ്യുന്ന ആളുകളില്ലേ. എന്നാൽ ഭാഗവതത്തിൽ ഉത്തമ ഭക്തൻ എന്ന് പറയുന്നത് അങ്ങനെയുള്ള ആളല്ല. ഭാഗവതത്തിൽ ഉത്തമ ഭക്തൻ എന്ന് പറയുന്നത് പറയാണ്, സർവഭൂതേഷു യപ്പശ്യൽ ഭഗവൽ ഭാവമാത്മന ഭൂതാനി ഭഗവതി ഏഷ ഭാഗവതുത്തമം ആത്മനി ഭഗവൽ ഭാവം പശ്യത. ഇവിടെ കാണണം, ആത്മനി ഭഗവൽ ഭാവം പശ്യത. ഭഗവാനെ ഇവിടെ കാണണം, മനസ്സിലാവില്ലേ?
സർവഭൂതേഷു ഭഗവൽ ഭാവം പശ്യത. തന്നിൽ മാത്രമല്ല എല്ലാവരിലും ഭഗവാനെ കാണാൻ സാധിക്കുന്ന വ്യക്തിയാണ് ഏറ്റവും ശ്രേഷ്ഠനായ ഭാഗവതോത്തമനായിട്ട്. അതിലേക്കാണ് ഭാഗവതം നമ്മളെ ഉയർത്തുന്നത്. അങ്ങനെ ആ ഒരു അവസ്ഥയിലേക്ക് ഉയരാൻ ഇവർക്ക് സാധിക്കാതെ വന്നപ്പോ ഇവർക്ക് ശാപം കൊടുത്തു. അപ്പോഴേക്കും അവിടെ ഭഗവാൻ പ്രകടമായി. ആ ഭഗവാൻ പ്രകടമായതും ഭഗവാനെ കാൽക്കൽ വന്നിച്ചു ഈ മഹർഷിമാര്. എന്നിട്ട് ഭഗവാൻ അവരെ അനുഗ്രഹിക്കുകയാണ്. അങ്ങനെ അനുഗ്രഹിക്കുന്ന സമയത്ത് ഭഗവാൻ പറയാണ്, വാസ്തവത്തിലുണ്ടല്ലോ എന്റെ ഭൃത്യന്മാരെ ചെയ്തിരിക്കുന്ന തെറ്റ് ഞാൻ ചെയ്തതിന് തുല്യമാണ്. അതുകൊണ്ട് ഇവർക്ക് കൊടുത്തിരിക്കുന്ന ശിക്ഷ വളരെ അനുയോജ്യമാണ്. എന്നിട്ട് ഭഗവാൻ പറയുന്നു, എനിക്ക് 2 മുഖങ്ങളുണ്ട് മഹാത്മാക്കളെ. ഒന്ന് അഗ്നിയാകുന്ന മുഖവും 2 സജ്ജനങ്ങളാകുന്ന മുഖവും. അഗ്നിയാകുന്ന മുഖത്തിലൂടെ ഞാൻ സന്തോഷിക്കുന്നതിനേക്കാൾ കൂടുതൽ സജ്ജനങ്ങളുടെ മുഖത്തിലൂടെയാണ് ഞാൻ സന്തോഷിക്കുന്നത്. എപ്പോ സജ്ജനങ്ങളുടെ മുഖത്തു നിന്നും നാമസങ്കീർത്തനവും തുടങ്ങിയിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ വരുന്നുണ്ടോ അത് എന്നെ വളരെ സന്തോഷിപ്പിക്കുന്നതാണ്. അപ്പൊ ഭഗവാൻ തന്റെ 2 മുഖങ്ങളെക്കുറിച്ച് പറയുന്നത് 16-ാം അധ്യായത്തിലെ 8-ാമത്തെ ശ്ലോകത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിഗംഭീരമായൊരു ശ്ലോകമാണ്. നാഹം തദാന്മി യജമാനഃ വിർവിദാനി ചോദകൃതപുതം പ്ലുതമഹൻ കുതഭുങ്മുഖേന യൽ ബ്രാഹ്മണസ്യ മുഖതച്ചരദോനഗാസം തുഷ്ടസ്യ മയ്യവിഹിതൈ നിജകർമ്മപാകൈ ന അഹം ഞാൻ ഒരിക്കലും യജമാനഃ വിർവിദാനേ ചോദകൃതപുതമഹൻ കുതമുങ്മുഖേന. യജ്ഞ സംസ്കാരം, യജ്ഞ അഗ്നിയിലേക്ക്, ഹോമകുണ്ഡത്തിലെ അഗ്നിയിലേക്ക് നിങ്ങൾ നെയ്യ് സമർപ്പിക്കുമ്പോൾ ആ അഗ്നിയാകുന്ന മുഖത്തിലൂടെ ഞാൻ സന്തോഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ബ്രാഹ്മണസ്യ മുഖതച്ചരദോനഗാസം തുഷ്ടസ്യ മയ്യവിഹിതൈ നിജകർമ്മഭാഗൈ എല്ലാ കർമ്മങ്ങളും എന്നിൽ സമർപ്പിച്ചുകൊണ്ട് യജ്ഞപ്രസാദം പോലെ അല്ലെങ്കിൽ ഭഗവത് പ്രസാദം പോലെ കർമ്മ ഫലത്തെ സ്വീകരിച്ചുകൊണ്ട് അങ്ങനെ നാമസങ്കീർത്തനാദികൾ ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരു ഭക്തന്റെ ആ മുഖമുണ്ടല്ലോ, ആ മുഖത്തിരുന്നിട്ടാണ് ഞാൻ കൂടുതൽ സന്തോഷിക്കുന്നത്, അഗ്നിയാകുന്ന മുഖത്തിരുന്നു കൊണ്ടല്ല. മനസ്സിലായോ അറിയില്ല. സാധാരണ നമ്മൾ ഹോമകുണ്ഡത്തിലേക്ക് നെയ്യൊഴിക്കുമ്പം ഭഗവാൻ സന്തോഷിക്കുന്നു എന്നാണല്ലോ നമ്മുടെ വിചാരം. ആണോ? എന്നാൽ ഭഗവാൻ പറയുന്നു, അതിനേക്കാൾ ഞാൻ സന്തോഷിക്കുന്നത് സജ്ജനങ്ങളുടെ മുഖത്തിരുന്നു കൊണ്ട് ആ സജ്ജനങ്ങളുടെ മുഖത്തു നിന്നും നാമസങ്കീർത്തനവും എല്ലാ കർമ്മങ്ങളും എന്നിൽ സമർപ്പിച്ചുകൊണ്ട് എന്ത് കർമ്മഫലം വന്നാലും ഭഗവത് പ്രസാദമായി സ്വീകരിക്കുന്ന ആളുകളുടെ മുഖത്തിരുന്ന് ഞാൻ സന്തോഷിക്കുന്നു എന്നാണ്. ശരിക്കും ഭഗവാൻ ഇരിക്കുന്നത് എവിടെയാണ്? സജ്ജനങ്ങളുടെ ഇവിടെ മുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മനസ്സ് അർത്ഥെടുക്കണം. അപ്പം സജ്ജനങ്ങളുടെ മനസ്സിലാണ് ഭഗവാന്റെ സാന്നിധ്യമുള്ളതെങ്കിൽ നാം മറ്റൊരു മനസ്സിനെ വേദനിപ്പിച്ചാൽ ആരെയാണ് വേദനിപ്പിക്കുന്നത്? ഭഗവാനെയാണ് വേദനിപ്പിക്കുന്നത്, അല്ലെ? അപ്പൊ കഴിയുന്നതും നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും കൊണ്ട് നമ്മൾ മറ്റുള്ളവരെ ഉയർത്തണം. അതിനാണ് നേരത്തെ യജ്ഞ സംസ്കാരം പറഞ്ഞിരിക്കുന്നത്. ഏതെല്ലാം യജ്ഞങ്ങള്? ശരീരം കൊണ്ടുള്ള യജ്ഞം നാരായണ സേവ, വാക്കുകൊണ്ടുള്ള യജ്ഞം ജപയജ്ഞം, നാമസങ്കീർത്തനം, മനസ്സുകൊണ്ടുള്ള യജ്ഞം ജ്ഞാനയജ്ഞം. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മളെ മറ്റുള്ളവർ ഡിസ്റ്റർബ് ചെയ്താലും നമുക്ക് മനസ്സിൽ നിന്ന് അതൊക്കെ മാറ്റിക്കൊണ്ട് നമ്മുടെ മനസ്സിനെ ആരിലേക്ക് ഉയർത്തിക്കൊണ്ടിരിക്കാം? ഭഗവാനിലേക്ക് ഉയർത്തിക്കൊണ്ട്. ഈശ്വര നിയോഗമാണെന്ന് കരുതി സവിദിത്വാധ ഭാര്യാസ്ത്വം നിർബന്ധം വികർമ്മണി നത്വാദിഷ്ടായ രഹസി തയാദോപവിവേശ. തന്റെ ബീജത്തെ ആ ദേവിയിലേക്ക് പകർന്നു കൊടുത്തു. സന്ധിക്ക് തന്റെ ബീജം പകർന്നു കൊടുത്തു. ഉടനെ തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? സലിലേ അതാപസ്പൃശ്യ സലിലം പ്രാണാനായം യവാഗ്യതാം ധ്യായൻ ജജാപവിരജം ബ്രഹ്മജ്യോതി സനാതനം. വേഗം പോയി കുളിച്ച് ശരീരമൊക്കെ പരിശുദ്ധമാക്കിയിട്ട് വീണ്ടും അദ്ദേഹത്തിന്റെ മനസ്സ് അതിലേക്ക് തിരിച്ചു, ഭഗവാനിലേക്ക്. ഈ പ്രക്രിയകളൊക്കെ കഴിഞ്ഞപ്പോഴാണ് ദിതിക്ക് വലിയ കുറ്റബോധം വന്നത്. ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ചെയ്തത്. അതുകൊണ്ട് ഭർത്താവ് ധ്യാനനിരതനായിട്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് മാനസികമായി വിഷമിച്ചിട്ടുണ്ടാവും. അദ്ദേഹം ഒരു പക്ഷേ എന്നെ ശപിക്കുന്നുള്ളൊരു തോന്നല് ആർക്ക് വന്നു? ദിതിക്ക്. ഉടനെ ദിതി എന്നിട്ട് പറഞ്ഞു, മാമേ ഗർഭമിമം ബ്രഹ്മൻ ഭൂതാനം വൃഷഭോവതിൽ രുദ്രപ്പതിരിഹി ഭൂതാനം യസ്യാഗരമഹം കസം നമോ രുദ്രായ മഹദേ ദേവായോഗ്രായ മീരുഷേ ശിവായ നസ്ത്യദണ്ഡായ ദണ്ഡായ മന്യവേ സനപ്രസീദതംബാമോ ഭഗവാനുർവനുഗ്രഹാം വ്യാധസ്യാപ്യാനുകമ്പ്യാനം സ്ത്രീണം ദേവസദീപതി. എന്റെ ഗർഭത്തെ ഒരിക്കലും അങ്ങ് ശപിക്കരുത്. ഭഗവാനെ നിന്ദിച്ച പ്രവൃത്തിയായിരിക്കാം ഞാൻ ചെയ്തിരിക്കുന്നത്. എന്നാലും ഭഗവാൻ എത്ര തെറ്റ് ചെയ്താലും ഭഗവാൻ അനുഗ്രഹിക്കേണ്ട ആളല്ലേ, പ്രസീതപ്പെടേണ്ട ആളല്ലേ, അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം. അങ്ങനെ കുട്ടികളെന്നും ശപിക്കരുത് മഹാത്മാവേ എന്ന് പറഞ്ഞ് ഭർത്താവിന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചപ്പോ ആ ഭർത്താവ്
ധ്യാനനിരതനായിക്കൊണ്ട് പറഞ്ഞു, ദേവി ശപിക്കുകയല്ല, ഞാൻ എന്റെ ഉള്ളിൽ തോന്നുന്ന കാര്യങ്ങൾ പറഞ്ഞു തരികയാണ്. മന്നിദേശാതിചാരേണ ദേവാനം ചാതിഹേളനൽ. ദേവി വലിയൊരു അക്രമ പ്രവൃത്തി തന്നെയാണ് ചെയ്തത്. അതുകൊണ്ട് ദേവി ഈ സമയത്ത് ദൈവികമായ കാര്യങ്ങളെ അവഹേളനം ചെയ്തുകൊണ്ട് ഭവിഷ്യതവോഭദ്രേ അഭദ്രേ ജാടരാതമോ ലോകാൻ സപാലൻ സ്ത്രീജണ്ഡി മുഹുരാക്രന്ദയിഷ്യത പ്രാണീനം ഹന്യമാനാനം ദീനാനാമഗതാഗസം സ്ത്രീണാം നിഗൃഹ്യമാണാനം കോപിതേഷു മഹാത്മസു. കുട്ടികളെയും സ്ത്രീകളെയും മഹാത്മാക്കളെയും ഒക്കെ വേദനിപ്പിക്കുന്ന 2 കുട്ടികൾ ദേവിക്കുണ്ടാവും. ഒന്നല്ല ഉണ്ടാവുക, ദൈവിക വിചാരമുള്ളവരാവില്ല, സഹായിക്കുന്നവരാവില്ല, മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന കുട്ടികളായിരിക്കും. അങ്ങനെയുള്ളവരെ ദ്രോഹിക്കുന്ന വിചാരമുള്ളവരെയാണല്ലോ അസുരന്മാരെന്ന് പറയുന്നത്. സഹായിക്കുന്ന കുട്ടികൾ വരില്ല, ദ്രോഹിക്കുന്ന കുട്ടികൾ. അത് കേട്ടതും ദേവിക്ക് വലിയ വിഷമമായി. കാൽക്കൽ വീണുകൊണ്ട് പറഞ്ഞു, വദം ഭഗവതാ സക്ഷൽ സുനാബോധാരുബാഹുന ആശാസേ പുത്രയോർമഹ്യം മഹാകൃദ്ദൽ ബ്രാഹ്മണൽ വിഭോ. ഉടനെ ബ്രാഹ്മണൻ പറഞ്ഞു, കശ്യപൻ പറഞ്ഞു, ഭഗവാൻ തന്നെ അവതരിച്ച് ഇവരെ വധിക്കേണ്ടതായിട്ട് വരും. ഈ ഭൂമിക്ക് അത്രയും ഭാരം അവരുണ്ടാക്കും. ഇത് കേട്ടപ്പോ പറഞ്ഞു, ഒരു തരത്തിൽ എനിക്ക് ആശ്വാസമുണ്ട്, ഭഗവാൻ തന്നെയാണല്ലോ അവരെ വധിക്കുക എന്നുള്ളത്. എന്നാൽ ഒരു അനുഗ്രഹം എനിക്ക് തരണം. മഹാകൃദ്ദൽ ബ്രാഹ്മണൽ വിഭോ. മഹാത്മാക്കളെ അവരെ പരിഹസിക്കുമ്പോ, മഹാത്മാക്കളെ നിന്ദിക്കുന്ന സമയത്ത് മഹാത്മാക്കൾ അവരെ ശപിക്കാൻ പാടില്ല. കാരണം മഹാത്മാക്കളുടെ ശാപത്തിൽ നിന്നും പിന്നെ ഉയർത്തിക്കൊണ്ടുവരാൻ ദൈവം വിചാരിച്ചാൽ പോലും സാധ്യലാണ്. നമ്മുടെ ഭാരതീയ സംസ്കാരം അങ്ങനെയൊക്കെയാണ്. ഒരു കുട്ടി ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ കുറെയൊക്കെ തെറ്റിനെ അമ്മയ്ക്ക് ക്ഷമിക്കാൻ, അച്ഛന് ക്ഷമിക്കാൻ പറ്റും. അച്ഛന് ക്ഷമിച്ചു മാറ്റാൻ പറ്റാത്ത തെറ്റ് അമ്മയ്ക്ക് ക്ഷമിച്ചു മാറ്റാൻ പറ്റുന്നതാണ്. അമ്മ ക്ഷമിച്ചിട്ടും മാറ്റാൻ പറ്റാത്ത തെറ്റ് ദൈവത്തിന് സാധിക്കുന്നതാണ്. ദൈവം പോലും വിചാരിച്ചാൽ മാറ്റാൻ പറ്റാത്ത തെറ്റ് ഒരു ഗുരുവിന് സാധിക്കുന്നതാണ്. അത്രയും പ്രാധാന്യമാണ് ആർക്ക് കൊടുത്തിരിക്കുന്നത്? അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമ. അത്രയും മഹത്വം കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് മഹാത്മാക്കളെ നിന്ദിക്കാൻ എന്റെ കുട്ടികൾക്ക് തോന്നരുത്. ന ബ്രഹ്മദണ്ഡദഗ്ധസ്യ ന ഭൂതഭേദസ്യ ച നാരകശ്ചാനുഗൃഹ്ണന്തി യാം യാം യോനിമസോകത. ഒരു മഹാത്മാവിനെ നിന്ദിച്ചു കഴിഞ്ഞാൽ എത്ര ജന്മം നരകത്തിൽ കിടക്കണമെന്ന് അറിയില്ല. അതുകൊണ്ട് അതിനുള്ള ഗതി അവർക്കുണ്ടാക്കരുത് എന്ന് പറഞ്ഞപ്പോ ബ്രാഹ്മണൻ, ആ കശ്യപ ബ്രാഹ്മണൻ തന്റെ കാൽക്കൽ വീണിരിക്കുന്ന തന്റെ പത്നിയോട് പറഞ്ഞു, നോക്കൂ, നിന്റെ കുട്ടികൾ ഇങ്ങനെയൊക്കെ ക്രൂരന്മാരും ദുഷ്ടന്മാരും ആണെങ്കിലും ഒരു അനുഗ്രഹം നിനക്കുണ്ട്. അതെന്താണ്? കൃതശോകാനുതാപേന സദ്യപ്രത്യവമർശനൽ ഭഗവതി ഒരു മാനസ ഭവേമയ്യഭിജാതരൽ പുത്രസേവതു പുത്രാണാം ഭവിതേക സദമ്മത ഗാസന്തി യജ്ഞശുദ്ധം ഭഗവൽ യശസാ സമം. ഭഗവാന്റെ യശസ്സിന് തുല്യമായൊരു പുത്രന്റെ പുത്രൻ അമ്മയ്ക്കുണ്ടാവും. അവനാണ് ആര്? പ്രഹ്ലാദൻ എന്ന് പറയുന്ന പുത്രൻ. അങ്ങനെ ശ്രേഷ്ഠനായിട്ടുള്ള ഒരു പുത്രൻ. അവനാണെങ്കിലോ യൽ പ്രസാദാദിതം വിശ്വം പ്രസീദതി. മറ്റുള്ളവർ ലോകത്തിനെ വേദനിപ്പിക്കുന്നവരാണെങ്കിൽ ഇവൻ ലോകത്തിനെ പ്രസാദം ചെയ്യുന്നവനാവും, അനുഗ്രഹിക്കുന്നവനാവും. സതുൽ ഭഗവാൻ യസ്യ തോഷതേ അനന്യാദൃശ. ഭഗവാൻ അവന്റെ കാര്യത്തിൽ അവനെയും അനുഗ്രഹിക്കും, ഭഗവാനും അനുഗ്രഹീതനാവും. അങ്ങനെ ഭഗവാനും അവരും ഒന്നായിരിക്കുന്ന ഒരവസ്ഥയിൽ ഇരിക്കുന്ന ഒരു ഭക്തൻ ദേവിക്കുണ്ടാവും. സവൈ മഹാഭാഗവതോ മഹാത്മാ മഹാനുഭാവോ മഹതം മഹിഷ്ടാം പ്രവൃദ്ധ ഭക്തിയാനുഭാവിദാശേ നിവേശ വൈകുണ്ഠ ഇമം വിഹാസതി. അവൻ ഭഗവാന്റെ വലിയ മഹാത്മാവായി വൈകുണ്ഠപദത്തിൽ എത്തിച്ചേരുന്ന ഒരു പുത്രനായി തീരും. അവൻ പലരെയും അനുഗ്രഹിക്കും എന്ന് പറഞ്ഞ് ദേവിയെ അനുഗ്രഹിച്ചു. അപ്പോ 2 ക്രൂരന്മാരായ പുത്രന്മാരും ഉണ്ടാവും, ഒരു ശ്രേഷ്ഠനായിരിക്കുന്ന പുത്രന്റെ പുത്രനുണ്ടാവും. ഈ സന്ദർഭത്തിൽ നമ്മൾ ഈ പുത്രോത്പാദനത്തിന്റെ പിന്നിലുള്ള ഒരു ശാസ്ത്രീയത നമ്മുടെ ഋഷീശ്വരന്മാരെന്താ മനസ്സിലാക്കിയിരിക്കുന്നത്? അപ്പൊ ഒരു കുട്ടി, ആ കുട്ടിയുടെ സംസ്കാരം നിശ്ചയിക്കുന്നത്, ഒരു കുട്ടി ജനിക്കുന്ന സമയത്തുണ്ടല്ലോ, ആ സംസ്കാരം നിശ്ചയിക്കുന്നത് അതിന് അച്ഛന്റെയും അമ്മയുടെയും മനോവികാരങ്ങളാണ് പ്രധാനമായിട്ട്. നമ്മൾ പഠിച്ചിരിക്കുന്നത് ബീജവും അണ്ടവും ചേർന്നിട്ട് ഒരു കുട്ടി ഉണ്ടാവണമെന്നാണ്. ശരിയാണ്, കുട്ടിയുടെ ശരീരം ബീജവും അണ്ടവും ചേർന്നിട്ടാണ്. പക്ഷെ അതിൽ ഏത് സംസ്കാരമുള്ള കുട്ടിയാണ് ആ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതെന്ന് നിശ്ചയിക്കുന്നത് ആ സമയത്ത് അമ്മയ്ക്കുണ്ടാകുന്ന മനോവികാരങ്ങളാണ്. അമ്മയിലുണ്ടാകുന്ന മനോവികാരം ഉത്കൃഷ്ടമാണെങ്കിൽ അതിൽ പ്രവേശിക്കുന്ന ബീജാണുവിലുള്ള ജീവൻ ഉത്കൃഷ്ട വിചാരമുള്ള ജീവനാവും. സയന്റിഫിക്കായിട്ട് നമുക്ക് നോക്കാം. ലക്ഷക്കണക്കിന് ബീജാണു ഒരു അണ്ടത്തോടാണ് അടുക്കുന്നത്. അമ്മയുടെ ഗർഭപാത്രത്തിൽ ബീജാണുവിനെ സ്വീകരിക്കാൻ ഒരു അണ്ടം മാത്രമേ ഉള്ളൂ. പക്ഷെ ബീജാണുക്കളാണെങ്കിലോ അനവധി ബീജാണുക്കളാണ്. അപ്പൊ അനവധി ബീജാണുവിൽ നിന്ന് ഒരു അണ്ടം ഒരു ബീജാണുവിനെ മാത്രമേ സ്വീകരിക്കുള്ളൂ. അത് അല്ലെങ്കിൽ 1 or 2 സ്പ്ലിറ്റ് ചെയ്തിട്ട്, ചിലതാണെങ്കിൽ ചില കേസുകൾ 3 or 4 ഉണ്ടായിരിക്കാം, പോട്ടെ. എന്നാലും അതൊക്കെ എക്സെപ്ഷണൽ കേസുകളിൽ ജനറലി ഒരു ബീജത്തെ മാത്രമേ ബീജാണുവിനെ സ്വീകരിക്കുള്ളൂ. ഏത് ബീജാണുവിനെ സ്വീകരിക്കണം എന്ന് നിശ്ചയിക്കുന്നത്
അമ്മയുടെ ആ സമയത്തുള്ള മനോമാനസികാവസ്ഥയാണ്. അമ്മയുടെ മനസ്സിൽ ഉത്കൃഷ്ട വികാര വിചാരങ്ങളുണ്ടെങ്കിൽ അതിലൂടെ വരുന്ന കുട്ടിയും ഉത്കൃഷ്ട വികാര വിചാരമുള്ള കുട്ടിയായിരിക്കും. അമ്മയുടെ മനസ്സിൽ വിഷമവും വിദ്വേഷവും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, സ്വാർത്ഥതയൊക്കെ ഉണ്ടെങ്കിൽ ആ കുട്ടിയിലും അതൊക്കെ ഉണ്ടായിരിക്കും. നിങ്ങൾ നോക്കൂ, ഇനി ഘടിപ്പിച്ചു നോക്കൂ ഈ കഥ. വേദവ്യാസ മഹർഷി എന്ന് പറയുന്ന ഒരു മഹാത്മാവിന് 3 പത്നിയിലൂടെ, 3 സ്ത്രീകളിലൂടെ, അല്ലെങ്കിൽ 4 സ്ത്രീകളിലൂടെ ഉണ്ടായ പുത്രന്മാര് 4 ഒരുപോലെയായിരുന്നോ? അംബികയിലൂടെ വന്നത്, അംബാലിയിലൂടെ വന്നത്, ദാസിയിലൂടെ വന്നത്, സ്വപത്നിയിലൂടെ വന്നത്, 4 പേരായിരുന്നില്ലേ? ഒരാള് അന്ധനായി രാജ്യത്തിന് വേണ്ടി സ്വാർത്ഥത കാണിച്ചു, മറ്റൊരാള് കാമത്തിനടിമപ്പെട്ട് നശിച്ചു, വേറൊരാള് ധർമ്മജ്ഞനായി മാറി, വേറൊരു കുട്ടിയാണെങ്കിലോ ഗർഭപാത്രത്തിലിരുന്നേ സാക്ഷാത്കാരം നേടി വന്നു. ആര്? ശ്രീശുക ബ്രഹ്മർഷി. അപ്പം ബീജം പകർന്നത് ഒരാളാണെങ്കിലും പ്രസവിച്ചത് 4 പേരാണ്. ഈ 4 പേരുടെയും സംസ്കാരം ആരെ സ്വാധീനിക്കുന്നു? അതിലുണ്ടാകുന്ന കുട്ടികളെ സ്വാധീനിക്കുന്നു. അതുകൊണ്ടാണ് നമ്മുടെ പൂർവികന്മാരുണ്ടല്ലോ സ്ത്രീകൾക്ക് കൂടുതൽ ആധ്യാത്മികമായൊരു സംസ്കാരം പണ്ടേ വച്ചിരിക്കുന്നത്. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പെൺകുട്ടികൾക്ക് കുറച്ചൊരു ആത്മീയ സംസ്കാരം കൂടുതലുണ്ടെങ്കിൽ അവർക്കുണ്ടാവുന്ന കുട്ടികളും അത്തരത്തിലുള്ള സംസ്കാരങ്ങൾ ഉള്ളവരായിരിക്കും. ഇന്ന് നമ്മൾ ഈക്വൽ റൈറ്റ് 33% റിസർവേഷൻ ഒക്കെ പറഞ്ഞാലും പ്രസവിക്കേണ്ട ജോലി ആര് തന്നെ ചെയ്യണം? അല്ല, കുറെ കഴിഞ്ഞാൽ അത് ഒഴിവായി കിട്ടുന്നതായിരിക്കാം. ഇപ്പൊ ക്ലോണിംഗ് ഒക്കെ വരുന്നുണ്ടല്ലോ. ഇപ്പൊ ആണുങ്ങൾ പ്രസവിക്കാൻ തുടങ്ങിയെന്നാണ് കേട്ടിരിക്കുന്നത്. കുറെ കഴിഞ്ഞാൽ ആണുങ്ങളും പ്രസവിക്കുക. അവർക്കൊരു തോന്നൽ വരെയായിരിക്കാം കുറച്ച് പ്രസവിക്കണം എന്നുള്ളത്. എവിടെ വിദേശ രാജ്യങ്ങളിലൊക്കെ ആളുകൾ ഇവിടെ വന്നിട്ട് പ്രസവിക്കില്ല. അതൊക്കെ എക്സെപ്ഷൻ 1-2 കേസുകൾ. അവിടെ നിന്ന് ഗർഭപാത്രം വാടകയ്ക്ക് വാങ്ങിച്ചിട്ടും അങ്ങനെയൊക്കെ ഒരുപക്ഷെ സാധിക്കുമായിരിക്കാം. എന്നാൽ ജനറലി സ്ത്രീകളെയാണ് ഈ ജോലി ഏൽപ്പിച്ചിരിക്കുന്നത്, അല്ലേ? പ്രകൃതി എങ്ങനെയാണ് വെച്ചിരിക്കണമെങ്കിൽ ഏത് കുട്ടികളെ വേണം എന്നുള്ളത് സെലക്ട് ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്? സ്ത്രീകൾക്ക് തന്നിട്ടുണ്ട്. ഇന്ന് നോക്കൂ, നമ്മൾ കൂടുതൽ സമൂഹത്തിൽ കാണുന്നത് ടെൻഷനും അതുപോലുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ളൊരു മനസ്സോടുകൂടിയിട്ട് ബീജത്തെ സ്വീകരിക്കുമ്പോൾ അതിലുള്ള കുട്ടികൾക്കും എന്തുണ്ടാവും? ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാവും. ആധ്യാത്മിക സംസ്കാരം മനുഷ്യന് അമ്പലത്തിൽ ഒതുങ്ങിപ്പോയത് കൊണ്ടായിരിക്കാം ഇതൊക്കെ സംഭവിച്ചു പോയത്. അപ്പൊ അതൊക്കെ നമ്മൾ വീട്ടിലേക്കൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറെ മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് സാധിക്കുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പൊ നമ്മൾ കുട്ടിയെ സെലക്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ആർക്ക് തന്നിട്ടുണ്ട്? ഒരു അമ്മയ്ക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾ പുരാണങ്ങളിലേക്കൊക്കെ കടക്കുമ്പോണ്ടല്ലോ, എപ്പോഴൊക്കെ ഭഗവാന്റെ അവതാരം വേണമെന്ന് വിചാരിക്കുന്നു അപ്പോഴൊക്കെ കശ്യപൻ ഭാര്യയായിരിക്കുന്ന അതിഥിയോട് പറയാ, എന്തെങ്കിലും ഒരു വ്രതമനുഷ്ഠിക്കൂ ദേവി, വ്രതമനുഷ്ഠിക്കൂ എന്ന് പറയുമ്പോൾ ഇദ്ദേഹം എന്നും വ്രതത്തിലാണ്. എന്നാലും ദേവിയോട് പറയും എന്തെങ്കിലും ഒരു വ്രതമനുഷ്ഠിക്കുന്നു. ഉണ്ടോ? വായിച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും? ശങ്കരാചാര്യസ്വാമികൾക്ക് ജന്മം കൊടുക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും കുറെ കാലം വടക്കനാഥനെ ഭജിച്ചു എന്നാണ് കഥ. ആണോ? അപ്പൊ വിവാഹം കഴിഞ്ഞാൽ ഉടനെ പുത്രോത്പാദനത്തിലേക്ക് പോകരുതെന്നാണ്. കുറച്ചു സമയം ഭജനം ചെയ്ത് മനസ്സിനെ ഒരു ആധ്യാത്മിക സംസ്കാരത്തിലേക്ക് കൊണ്ടുവന്നിട്ട് എന്നിട്ട് ബീജത്തെ സ്വീകരിക്കുകയാണെങ്കിൽ അതിലുണ്ടാവുന്ന കുട്ടികളോട് ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ്. കാരണം അവർക്ക് മനസ്സിലാവും അങ്ങനെയുള്ള സംസ്കാരമുള്ളവരും അച്ഛനമ്മമാരാണ് കൂടെ ഉള്ളത് എന്നുള്ളത്. അവർക്ക് കാര്യങ്ങൾ കാണാതെ തന്നെ മനസ്സിലാക്കാം, എന്താണ് പറയാതെ തന്നെ മനസ്സിലാവും. അത്ര സംസ്കാരമുള്ളവരായി മാറുമെന്ന് പറയാണ്. അത് ഈ സമയത്ത് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. ഏതായാലും ഇവിടെ 2 മക്കള്, ഹിരണ്യാക്ഷനും ഹിരണ്യകശിപും, ക്രൂരന്മാരും ദുഷ്ടന്മാരുമായ 2 പുത്രന്മാരുണ്ടാവും പറഞ്ഞു. അപ്പൊ വീണ്ടും ചോദിക്കുകയാണ്, ആരാണ് ഈ 2 പേരും? എവിടുന്ന് വന്നു ഇവര് 2 പേരും? ആ ചോദ്യത്തിനുള്ള ഉത്തരമായിട്ട് കഥ വീണ്ടും പറഞ്ഞു പോവുകയാണ്. 15-ാം അധ്യായത്തില് ഒരിക്കല് ദേവന്മാര് ബ്രഹ്മാവിനോട് ഈ ഭൂമിയിൽ വളരെ ഘോരരൂപമായിട്ടുള്ള 2 പേര് വരാൻ പോകുന്നു എന്നിങ്ങനെ കണ്ട സമയത്ത് അവർ ചോദിച്ചു, എന്താ ബ്രഹ്മാവെ ഇങ്ങനെ കാണുന്നത്? ആരാ ഇങ്ങോട്ട് വരാൻ പോകുന്നത്? ഉഗ്ര തേജസ്വികളായിട്ടുള്ള ഭൂമിയെ തപിപ്പിക്കാൻ കഴിയുള്ള 2 ശക്തികൾ ഇങ്ങോട്ട് വരുന്നത് പോലെ തോന്നുന്നു. തമ ഏതൽ വിഭോ വ്യക്ത സംവിഘ്ന യദ്വയം വൃശം നഹ്യ അവ്യക്തം ഭഗവതക്കാലേന സ്പൃഷ്ടപത്മനാം ദേവദേവ ജഗദ്ദാതൽ ലോകനാഥ ശിഖാമണേ പരേഷാം അപരേഷാം ത്വം ഭൂതാനാമസി ഭാവവൽ. വരാൻ പോകുന്നതൊക്കെ മുൻകൂട്ടി കാണാൻ സാധിക്കുന്ന ബ്രഹ്മാവെ, അങ്ങ് നോക്കൂ, ആരാ ഇങ്ങോട്ട് വരാൻ പോകുന്നത്? അത് കേട്ടപ്പോ ഇവിടെ കഥ പറയാണ്, നോക്കൂ, ഞാൻ എന്റെ മനസ്സുകൊണ്ട് ഈ കാര്യം മനസ്സിലാക്കിയിരിക്കുന്നു. ആരാണ് ഇങ്ങോട്ട് വരാൻ പോകുന്നത്? ഇവിടെ വരാൻ പോകുന്നത് ദിതിയുടെ ഗർഭത്തിൽ ഏഷദേവ ദിധേർ ഗർഭ ഓജ കശ്യപമർപ്പിതം ദിസ് ഇസ് തിമരൻ സർവ വർദ്ധതേ അഗ്നിരിഭൈതസി. ആരാ വരാൻ പോകുന്നത്? ദിതിയുടെ ഗർഭത്തിൽ കശ്യപനാൽ കൊടുത്തിരിക്കുന്ന 2 ഗംഭീരന്മാരായ ശക്തികളുണ്ട്. അവര് ഗർഭത്തിലിരിക്കുമ്പോഴേ ഇത്ര അപകടമുണ്ട് എന്നാണ്. ദേവിയാണെങ്കിലും എന്ത് ചെയ്തു അത്രേ? ആ ദേവി 100 വർഷം അതിനെ കാത്തുവെച്ചു അത്രേ ഗർഭപാത്രത്തില്. കാരണം പുറത്തുപോയി അപകടമാവുമല്ലോ. എങ്ങനെയാ ആ ടെക്നിക്കൊക്കെ? അതൊരു ടെക്നിക്ക് ഉണ്ടാവിരിക്കുക. 100 കല്ലൊക്കെ ഗർഭം പിടിച്ചു വെക്കാനുള്ള കഴിവ്. ഇന്നാണെങ്കിൽ 10ാമത്തെ മാസം ആവുന്നതിന് മുമ്പ് ചാടി വരിക കുട്ടികള്. കാരണം ഈ കമ്പ്യൂട്ടറും മറ്റൊക്കെ കേട്ട് കുട്ടികൾക്ക് അതൊക്കെ ഒന്ന് കാണണം എന്നുള്ളൊരു മോഹം. ഗർഭത്തിൽ വെച്ചിട്ട് അമ്മമാരെ TV ഒക്കെ കണ്ടിട്ടേ കുട്ടിക്കൊരു മോഹം സീരിയൽ കാണണമെന്ന്. അതുകൊണ്ട് മിക്കവാറും പ്രസവം നോക്കും നിങ്ങൾ 7ാമത്തെ മാസം പുറത്ത് കാടിയവൻ. ഈ സീരിയലൊക്കെ കാണാനുള്ള മോഹം അവിടെ നിന്ന് തുടങ്ങി കഴിഞ്ഞേ.
അതുകൊണ്ട് ഇന്ന് ഈ ദേവി 100 വർഷക്കാലമൊക്കെ പിടിച്ചു വെച്ചു എന്നാണ്. എന്നിട്ട് പറഞ്ഞു ഇവരെങ്ങനെയാണ് അസുരന്മാർ, ആരാണ് ഇവര് അസുരന്മാരൊക്കെയത്, അതിന്റെ കഥ ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ട് ബ്രഹ്മാവ് ദേവന്മാർക്ക് കഥ പറഞ്ഞു കൊടുക്കുകയാണ്. മാനസാമേ സുധായുഷ്മൽ പൂർവജാജനഗാദയ ചേതുർവിഹായ സാലോകൻ ലോകേഷു വിഗതസ്പൃഹ തേ ഗതാ ഭഗവതോ വൈകുണ്ഠശ്യാമലാത്മന വൈകുണ്ഠ നിലയം സർവലോക നമസ്കൃതം. ഒരിക്കൽ എന്റെ മനസ്സിൽ നിന്ന് പ്രകടമായ 4 പുത്രന്മാര്. ആരൊക്കെ? സനകൻ, സനന്ദൻ, സനൽകുമാരൻ, സനാഥനൻ. ഇവരൊരിക്കല് ഏകതാ ഭഗവതോ വൈകുണ്ഠം. എവിടെ പോവാണ്? ഭഗവാനെ കാണാൻ വേണ്ടി. വൈകുണ്ഠം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വേറെ രാജ്യമായിട്ടൊന്നും എടുക്കരുതേ. ഒരു കഥ പറയുമ്പോൾ അങ്ങനെ പറയണല്ലോ. വൈകുണ്ഠത്തിലേക്ക് പോകുന്നു, ഭഗവാനെ കാണാൻ വേണ്ടി പോകുന്നു. വസന്തി എത്ര പുരുഷാ സർവേ വൈകുണ്ഠമൂർത്തയാ അനിമിത്ത നിമിത്തേന ധർമ്മേന ആരാധയൻ ഹരിം. ഈ വൈകുണ്ഠത്തിലെ എന്താ അവസ്ഥ എന്ന് വെച്ചാൽ എല്ലാവരും വൈകുണ്ഠത്തിലുള്ള ഭഗവാനെ പോലെയാണ്. 2 കൈകളല്ല അവർക്കൊക്കെ, എല്ലാവർക്കും 4 കൈകൾ, ശംഖചക്ര കഥാധാരികളായിട്ട്. എന്നാ പിന്നെ വൈകുണ്ഠത്തിൽ പോകാതിരിക്കാൻ നല്ലത്. കാരണം കയ്യിൽ എപ്പോഴും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. ഏതായാലും അങ്ങനെ എല്ലാവരും ചതുർഭുജധാരികളായിട്ട് ഭഗവാന്റെ രൂപങ്ങളായിട്ട് എപ്പോഴും ഭഗവത് ആരാധനയിൽ മുഴുകിയിരിക്കുന്ന ആളുകൾ. അവിടെ നൈശ്രേയസം നാമ വനം കാമതുകേ ദ്രുമേം സർവത്ര ശ്രീബിഭ്രാജൽ കൈവല്യമിവ മൂർത്തിമൽ. നൈശ്രേയസം എന്ന് പറയുന്ന വനത്തിൽ ഈ മൂർത്തികൾ എത്തിച്ചേർന്നു. എന്നിട്ട് അവര് ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പുറപ്പെടുന്നു. തസ്മിന്നദിത്യമനയ ഷഡജമാനാം കക്ഷാസമാന വയസാവത സപ്തമായം ദേവാവചക്ഷരഗീതഗതോപരാർദ്യഗയൂരകുണ്ടല കിരീടവിടംഗവേഷോ. അവിടെ എത്തിച്ചേർന്നു മുനീശ്വരന്മാർ. എവിടെ? ഷഡസജ്ജമാന 6 ഗോപുരങ്ങൾ കഴിഞ്ഞ് സപ്തമായാം 7ാമത്തെ ഗോപുരത്തിലേക്ക് എത്തിയപ്പോ ദേവാവചക്ഷത ഗൃഹീതഗതോ, ഗതയും പിടിച്ചുകൊണ്ട് 2 പേര് വിടംഗവേഷോ, 2 പേര് അവിടെ നിൽക്കണു. മത്തദ്ദിരേഭവനമാലികയാ നിവീതോ ധന്യസ്തയാഹുമധ്യേ ഭക്തംബുവാ കുടിലയാ സ്ഫുട നിർഘമാഭ്യം രക്തേക്ഷണേന ചമനാഗ്രഭസം ദദാനോ. 2 പേര് ചതുർഭുജ ഭഗവത് രൂപികളൊക്കെ ആണെങ്കിലും ഭക്തംബുവാ കുടിലയ, അവരുടെ മുഖത്തിനൊരു വളവുണ്ട് എന്ന് വെച്ചാൽ നല്ല പ്രസന്ന മുഖമല്ല എന്നർത്ഥം. രക്തേക്ഷണേന മനാഗ്രഭസം, അവരുടെ മനസ്സ് പ്രക്ഷുബ്ധമാണ്, കണ്ണുകളൊക്കെ തിരിച്ചൊകന്നിരിക്കണം എന്ന് വെച്ചാൽ മുഖത്ത് എന്തുണ്ട്? ലേശൊരു ദേഷ്യഭാവത്തിലാണ് ഇവരെ നോക്കുന്നത്. ഇവര് വാച്ച്മാൻമാരാ, 2 പാർട്ടീസ്. എന്നിട്ട് അങ്ങനെ നോക്കണം. എന്നിട്ടോ ഇത് ഗുരുവായൂരമ്പലത്തിലെ കഥയല്ലേ പറയുന്നത്, ഇത് വൈകുണ്ഠത്തിലെ കഥയാ പറയുന്നത്. അങ്ങനെ വാച്ച്മാൻമാരോടെ നിൽക്കണു. അവരിത്തിരി ദേഷ്യത്തോടു കൂടിയിട്ട് ദ്വാരേതയോ നിമിത മിശ്രോരഭിഷ്ട പൂർവായതാപുരട വജ്രകവാടികായ സർവത്രേ അവിഷമയാ മുനയസദൃഷ്ട്യ ഏ സഞ്ചരന്റെ വിഗതാഭിശങ്ക. അല്പം പോലും ഭയമില്ലാത്ത ഈ 4 പേര്, ആരെയും ഭയപ്പെടാത്തവര് ഈ ദ്വാരത്തിൽ നിൽക്കുന്ന ഇവരെ 2 പേരെയും നോക്കാതെ അങ്ങോട്ട് കടന്നു. ആര്? നമ്മുടെ സനൽകുമാരാദി മാഷിമാര് വാച്ച്മാൻമാരെ ഒന്നും നോക്കിയില്ല. ഇന്നാണെങ്കിൽ ഐഡന്റി കാർഡ് ഉണ്ടോ നോക്കിയിട്ടേ വിടുള്ളൂ. ഇതൊന്നും നോക്കിയില്ല. കാർഡുണ്ടോ പാസ് ഉണ്ടോ നോക്കിയില്ല. ഇവരകത്തേക്കാണ് കയറി. താൻ വീക്ഷ്യവാദരസനാ ചതുരകുമാരൻ വൃദ്ധാന്ത ശാബ്ദ വയസ്സോ വിദിതാത്മതത്വൻ വേത്രേണ ജാസ്കലയതാമദർഹണാം സ്തോ തേജോഭിഹസ്യ ഭഗവൽ പ്രതികൂലശീലോ. ആ സമയത്ത് അവര് 2 പേരും ഇവര് 4 പേര് കടക്കണ കണ്ടപ്പോ വാസ്തവത്തിൽ ഇവര് വൃദ്ധന്മാരാണ്. പക്ഷെ ഇവരെ കണ്ടു കഴിഞ്ഞാലോ ഇവരെ വയസ്സ് നോക്കി അർദ്ധ വയസ്സ്. അർദ്ധം എന്ന് പറഞ്ഞാൽ 10ന്റെ അർദ്ധം എന്ന് പറഞ്ഞാൽ 5 വയസ്സേ തോന്നിക്കുള്ളൂ. ഇനിയാണെങ്കിലോ വസ്ത്രം കൊടുത്തിട്ടില്ല, വയസ്സന്മാരാ. ഇവരങ്ങോട്ട് കയറുന്ന സമയത്ത് വേത്രേണ വാക്കുകൊണ്ട് അസ്ഗല, അവിടുന്ന് ആ വയസ്സ് തോന്നിക്കുന്ന ആളുകളെ അവരെ കണ്ടപ്പോ, വയസ്സ് തോന്നിക്കാത്തവരെ കണ്ടപ്പോ അസ്കലേതാമദർഹണം സ്തോ, അവരെ വേണ്ട വിധത്തിൽ ആദരിക്കാതെ തേജോവിഹസ്യ വാക്കാലും മറ്റും ഭഗവൽ പ്രതികൂലശീലോ, അവർ ചെയ്തത് ശരിയല്ല എന്നുള്ള രീതിയിൽ അവരെ വാക്കുകൊണ്ട് അങ്ങോട്ട് ദേഷ്യപ്പെട്ടു. ആര്? ഈ 2 പേര്. അവരുടെ പേരും ഉണ്ട് കേട്ടോ, ജയനെന്നും വിജയനെന്നും 2 പേരും. താഭ്യാമിഷസ്സനിമിഷേഷു നിഷദ്യമാന സ്വർഗത്തമാഹ്യ ബിഹരേ പ്രതിഹാരഭാഭ്യം ഓജസ്സുഗത്തമതിരക്ഷിത ഭംഗൈശൽ കാമാനുജേന സഹസാ ഉദവുപ്ലുതാക്ഷാം. ഭയങ്കര ക്ഷുഭിതരായിട്ട് ദേഷ്യം കൊണ്ട് ഈശൽ അവർ 2 പേര് ആ മുനിമാരെ തടഞ്ഞു നിർത്തിയിട്ട്, വടികൊണ്ടും മറ്റും തടഞ്ഞു നിർത്തിയിട്ട് അവരെ അങ്ങോട്ട് തടസ്സപ്പെടുത്തി. ഇതിന്റെ അകത്തേക്ക് പോകാൻ പറ്റില്ല. എന്താ നിങ്ങൾ കരുതിയിരിക്കുന്നത്? തോന്നിവാസികളോ? ഡ്രസ്സ് കൊടുത്തിട്ട് വരും പോയിട്ട് വന്ന്. ഇങ്ങനെ വസ്ത്രമൊന്നുമില്ലാതെ കിളവന്മാര് വന്നിരിക്കുന്നു. ആരുടെ കാണാൻ ആരുടെ അടുത്തേക്കാ വന്നിരിക്കുന്നത്? തോന്നിവാസികളോ എന്നൊക്കെ പറഞ്ഞ് അവർ 2 പേരും ഇങ്ങോട്ട് ദേഷ്യപ്പെട്ടു. അപ്പൊ ഈ 4 പേരുണ്ടല്ലോ, ഇവർ 2 പേരുടെ മുഖത്തേക്ക് നോക്കിയിരുന്നു. അവർക്കന്ന് ടെക്സ്റ്റൈൽസ് ഇല്ലാത്തതുകൊണ്ടാണോ അറിയില്ല, അവർക്ക് തോന്നിയിട്ടേ വസ്ത്രം കൊടുക്കണം എന്നുള്ള. കാരണം അവര് ആത്മതത്വം അത്രയും ഉറച്ചവരാണ്. ആര്? സനൽകുമാരാദി മഹർഷിമാര്. അവർക്ക് ശരീരം തന്നെ ഒരു വസ്ത്രമാണ്. അങ്ങനെ ആ അവസ്ഥയിൽ ഇരിക്കുന്നവരാണ് അവര്. അവർക്ക് മനസ്സിനെയാണ് അവർ കാണുന്നത്, ഈ ശരീരത്തിനെ അവർ കാണുന്നില്ല. ഏതായാലും അത് കേട്ടതും ഒരു നിമിഷം ആ
ആ സനൽകുമാരാദി മഹർഷിമാരുടെ ഉള്ളിലും ചെറിയൊരു കോപം വന്നു. ആരോട്? ഈ പാറാവുകാരോട്. എന്നിട്ട് അവര് പറയാണ്, കോവാമിഹൈത്യേ ഭഗവൽ പരിചര്യോച്ചൈ തൽധർമ്മിണാം നിവസതാം വിഷമസ്വഭാവ തസ്മിൻ പ്രശാന്ത പുരുഷേ ഗത വിഗ്രഹേവം കോവാത്മകൽ കുഹയോ പരിശങ്കനീയാം. ഞങ്ങളെ കണ്ടപ്പോ നിങ്ങൾക്ക് എങ്ങനെ ഒരു ശങ്ക വന്നു? മനസ്സിലാവുന്നില്ല. ഭഗവാന്റെ പരിചര്യ ചെയ്യേണ്ട നിങ്ങള്, ഇവിടെ നല്ല സംസ്കാരത്തോടുകൂടി ഇരിക്കേണ്ട നിങ്ങള്, നിവസതാം വിഷമസ്വഭാവ, എങ്ങനെ ഈ സ്വഭാവം നിങ്ങൾക്ക് വന്നു? പ്രശാന്ത പുരുഷനായിരിക്കുന്ന ഭഗവാനിലേക്ക് അങ്ങനെ ഒരു സംസ്കാരത്തോടുകൂടി ഇരിക്കേണ്ട നിങ്ങൾ ഇങ്ങനെ ചെയ്യേ. നഹ്യന്തരം ഭഗവതീഹ സമസ്ത കുക്ഷോ ആത്മാനമാത്മനി നമോ നമസീവധീര പശ്യന്തി എത്രയോ സുരലിംഗിനോക്കിം വിൽപ്പാദിതം സുതരവേദിഭയം യദോസ്യ. വിവേകികളായിട്ടുള്ള ആളുകൾക്ക് ഒരിക്കലും ഇവിടെ ആത്മാനം ആത്മനി, തന്റെ ആത്മാവ് തന്നെയാണ് സകലിലും ഇരിക്കുന്നെന്ന ബോധമുള്ളവർക്ക് ഒരിക്കലും എന്ത് വരില്ല? കോപം വരില്ല. എന്തുകൊണ്ട് കോപം വരില്ല? ഭേദബുദ്ധി വരില്ല. ഭേദബുദ്ധി വരുമ്പോഴാണ് കോപം വരിക. ഭേദബുദ്ധി എന്ന് പറഞ്ഞാൽ താനും മറ്റുള്ളവരും വേറെ എന്നുള്ളത്. നമ്മളൊക്കെ ഭേദബുദ്ധി കാണിക്കാൻ കാരണം നമ്മൾ കാണുന്നത് ശരീരങ്ങളെയും സ്വഭാവത്തെയാണ്. മഹാത്മാക്കൾക്ക് ഭേദബുദ്ധി വരാതിരിക്കാൻ കാരണം അവര് കാണുന്നത് അതിലും സൂക്ഷ്മമായിരിക്കുന്ന ശ്വസിക്കുന്ന വായു ഒന്നാണ്. എല്ലാവരും ശ്വസിക്കുന്ന വായു ഒന്നാണെന്ന് മനസ്സിലായ പിന്നെ കോപം കാണിക്കേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ? എല്ലാവരുടെ ഉള്ളിലിരിക്കുന്ന ചൈതന്യം ഒന്നാണെന്ന് മനസ്സിലായാൽ ആ ഭേദബുദ്ധി ഒരിക്കലും വരില്ല. ആ ഭേദബുദ്ധി നിങ്ങൾക്ക് വന്നു. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഞങ്ങളെ ഈ രീതിയിൽ നിങ്ങൾ അപമാനിച്ചിരിക്കുന്നതെന്ന്. അതുകൊണ്ട് നിങ്ങൾ ചെയ്തിരിക്കുന്ന തെറ്റിന് തൽവാമുഷ്യപരമസ്യ വിഗുണ്ടപത്തു കർത്തുപ്രകൃഷ്ടമിഹദീമഹിമന്ദീഭ്യം ലോകാനിതോ വ്രജമന്ധരഭാവദൃഷ്ട്യാം പാപീയ ശസ്ത്രൈമേരിപവോസേത്രാം. നിങ്ങൾ പാപിഷ്ടമായിരിക്കുന്ന കാമക്രോധ ലോഭങ്ങളുടെ ലോകത്തിലേക്ക് പോവാൻ ബാധ്യസ്ഥരായിരിക്കണം. കാരണം ഇങ്ങനെ നിങ്ങൾക്ക് മന്ദബുദ്ധി വന്നുവല്ലോ, ഇത്ര ഉന്നതമായ സ്ഥലത്തെത്തിയിട്ട് അവിവേകം നിങ്ങൾ കാണിച്ചല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് തേഷാമിധീരിതമുഭാവി വിധാരഘോരം തം ബ്രഹ്മണന്റെ നിവാരണമസ്ത്രഭൂകൈ സദ്യോ ഹരേനരോ ഒരു ദിവ്യതസ്ഥൽ പാദഗ്രഹാപപതതാം അധികാരണേനാം. നിങ്ങൾ രണ്ടുപേരും ഘോരമായിരിക്കുന്ന ആസുരിക ശരീരങ്ങൾ എടുത്തുകൊണ്ട് പോവട്ടെ. ബ്രഹ്മദണ്ഡം അനിവാര്യം. ഇങ്ങനെ മഹാത്മാക്കളെ നിന്ദിച്ചതിന് നിങ്ങൾക്ക് ഈ ഒരു ശാപം ഞങ്ങൾ തരുന്നു എന്ന് പറഞ്ഞ് ശപിച്ചു കളഞ്ഞു. അവർ രണ്ടുപേരും ആ മഹാത്മാക്കളുടെ ഹരേരനുജരോരു വിഭ്യതസ്ഥൽ പാദഗ്രഹാവപതിതാം അധികാദരേണ ആ പാതാരവിന്ദത്തിൽ വീണ് നമസ്കരിച്ചു. ഇവിടുന്നാണ് കഥ തുടങ്ങുന്നത്. ഇവിടെ ജയനെന്നും വിജയനെന്ന് പറയുന്ന രണ്ടുപേര് ഭഗവാന്റെ പാർഷദന്മാര് അങ്ങോട്ട് കടന്നു വന്ന 4 സനൽകുമാരാദി മഹർഷിമാരെ തടഞ്ഞു നിർത്തി. ആ തടഞ്ഞു നിർത്തുന്ന സമയത്ത് അവരുടെ ഉള്ളിൽ ഭേദബുദ്ധി വന്നു, ഞങ്ങളും ഇവരൊക്കെ വേറെയാണെന്ന്. ആ സമയത്ത് മഹാത്മാക്കള് ഈ പാർഷദന്മാരെ ശപിച്ചു. ഇങ്ങനെയാണ് നമ്മൾ കഥയിൽ തുടങ്ങുന്നത്. അപ്പൊ ഇവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, നമ്മൾ നേരത്തെ യജ്ഞത്തെക്കുറിച്ചാണല്ലോ പറഞ്ഞത്. ആ യജ്ഞം അതിലേക്ക് നമ്മൾ കൊണ്ടുവരുന്ന സമയത്ത് ശ്രദ്ധിക്കണേ, പറയുന്നത് ഇതൊരു കൂട്ടായ്മയാണെന്ന് പറഞ്ഞു. ഇതെല്ലാം ഒരു കൂട്ടായ്മയാണ്. കണ്ണികൾ പോലെയാണ് കാര്യങ്ങൾ. ആ കണ്ണികൾ പോലെ ഇരിക്കേണ്ട ആളുകൾ ശരീരം കൊണ്ട് സേവനം ചെയ്യുന്നതിന് പകരം ആ ശരീരം കൊണ്ട് സേവനം ചെയ്യാതെ അതിൽ നിന്ന് സ്വാർത്ഥത കാണിച്ച് മാറി നിന്നപ്പോ, സേവനം ചെയ്യേണ്ടവരോട് ആദരിക്കേണ്ടവരോട് ആദരിക്കാതെ അതിൽ നിന്ന് മാറി നിന്നപ്പോ, അവിവേകം കാണിച്ചപ്പോ അവർക്ക് അധപ്പതിക്കേണ്ടി വന്നു. അപ്പൊ നമ്മൾ യജ്ഞ സംസ്കാരത്തിന്റെ ഈ ചങ്ങലയിലൂടെ പോകുന്ന സമയത്ത് അതിൽ നിന്ന് നമ്മൾ തെറ്റായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ആ മറ്റൊരാളെ വേദനിപ്പിക്കുന്ന ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ നാം തന്നെയാണ് നമ്മുടെ ജീവിതത്തെ താഴ്ത്തുന്നത്.